കുടുംബങ്ങളുടെ പ്രവാചകനും പ്രേഷിതനുമായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ബേസ് റൗമ കൺവെൻഷൻ ഈ പുതിയ 2021 വർഷത്തിൽ CMI സഭ ആഗോള സഭയ്ക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്, ആത്മീയ വിരുന്നാണ്. കുടുംബങ്ങളുടെ നവീകരണത്തിനായി എത്തിച്ച വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജൂബിലി വർഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിനോടനുബന്ധിച്ച് നാം ചെയ്യുന്ന പല കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ബേസ് റൗമ കൺവെൻഷനാണ്. ഈ കൺവെൻഷനിൽ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ചാവറുൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും നാം കൂടുതൽ അവസരം കൊടുക്കുന്നു. എല്ലാവർക്കും മംഗളങ്ങൾ, ആശംസകൾ. മിശിഹായാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ബേസ് റൗമ ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ധ്യാനം നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ചാവറപ്പിതാവ് തൻ്റെ ജീവിതത്തെ ആരാധനയാക്കി മാറ്റിയ വ്യക്തിയാണ്. ജീവിതം പിതാവായ ദൈവത്തിന് ആരാധനയാക്കി സമർപ്പിക്കാനുള്ളതാണ് എന്ന് വിശുദ്ധ ചാവറയച്ചൻ എപ്പോഴും മനസ്സിൽ കുറിച്ചു വച്ചിരുന്നു. അതുകൊണ്ടാണ് ഒന്നാമതായി ഇന്ന് നമ്മൾ മനസ്സിലാക്കി ധ്യാനിക്കുന്നത് വിശുദ്ധ ചാവറയച്ചൻ ജീവിതത്തെ ആരാധനയാക്കി മാറ്റി. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 23-ാം വചനത്തിൽ പിതാവായ ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, നീ ഫറവോയുടെ അടുത്ത് ചെന്ന് പറയുക, ഇസ്രായേൽക്കാരെ എന്നെ ആരാധിക്കാനായിട്ട് അവിടെ നിന്ന് വിടുക എന്ന്. മോശ ദൈവം പറഞ്ഞതുപോലെ ചെന്ന് ഫറവോയോട് പറഞ്ഞു. ആ വചനം ഇങ്ങനെയാണ്, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. വീണ്ടും നമ്മൾ കാണുന്നു പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 16-ാം വചനത്തിൽ ഇപ്രകാരമാണ്, മരുഭൂമിയിൽ എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുകയാണ് വിശ്വാസികളായ എല്ലാവരുടെയും പ്രഥമവും പ്രധാനവുമായ കടമയും കർത്തവ്യമെന്ന് വിശുദ്ധ ചാവറയച്ചനും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ വിശുദ്ധ ചാവറയച്ചൻ ഒരു ആരാധനയാക്കി മാറ്റിയെടുത്തത്. അതാണ് ചാവറപ്പിതാവ് അന്ന് കാലത്ത് മെത്രാപ്പോലീത്തയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഈ ലോകത്തിൽ ഇവിടെ താമസിച്ചാൽ എൻ്റെ ആത്മാവ് നശിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് വനത്തിൽ പോയി താപസ ജീവിതം നയിക്കണം. അന്ന് അഭിവന്ദ്യ പിതാവ് ചാവറയച്ചനോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ അറിവുള്ളവർ ഇവിടെ നിന്നും പോയി വനത്തിൽ താപസ ജീവിതത്തിന് പോയാൽ എങ്ങനെ ഈ ജനം രക്ഷപ്പെടും? ഈ ആഹ്വാനം കേട്ടിട്ടാണ് ചാവറയച്ചൻ വലിയ ഒരു ദിവ്യ ദർശനം പോലെ ദർശന വീട് സ്ഥാപിച്ചത്. ആ ദർശന വീടിൻ്റെയൊക്കെ പുതിയ രൂപവും ഭാവവുമാണ് ആശ്രമ ജീവിതം ആരംഭിക്കുകയും CMI CMC സന്യാസ സഭകൾക്ക് പ്രാരംഭമിടുകയും ചെയ്തത്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ ജീവിതത്തെ ആരാധനയാക്കി പിതാവായ ദൈവത്തിന് സമർപ്പിച്ചത്. രണ്ടാമതായി വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ചാവറയച്ചൻ അനിതര സാധാരണമായ ദിവ്യകാരുണ്യ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന 40 മണിക്കൂർ ആരാധനയ്ക്ക്
പ്രാരംഭം കുറിച്ചത് വിശുദ്ധ ചാവറയച്ചനാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നതിൽ അസാമാന്യമായ ആഗ്രഹവും തീഷ്ണതയും പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഗുഹയിലിരിക്കുകയായിരുന്ന ഏലിയ പ്രവാചകനോട് പിതാവായ ദൈവം ചോദിച്ചു, ഏലിയ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഏലിയ പ്രവാചകൻ്റെ അതേ ചൈതന്യവും അതേ തീഷ്ണതയും എരിവും ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ച് നേടിയ വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. അതുകൊണ്ടാണ് ചാവറയച്ചൻ കൊവേന്തകളിൽ താമസിക്കുന്ന സന്യാസവരോട് ഇങ്ങനെ അരുളി ചെയ്തതും ചാവറയച്ചൻ പറഞ്ഞു, കൊവേന്തകളുടെ ഉറപ്പ് ചുമരുകളുടെ കനമല്ല, പിന്നെയോ അതിൽ പാർക്കുന്നവരുടെ എരിവും പുണ്യവുമാകുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അന്നേ വിശുദ്ധ ചാവറയച്ചന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അമ്പരചുംബികളായ കെട്ടിടമല്ല ഒരു ആശ്രമ ജീവിതം നയിക്കുന്ന, ആത്മീയ ജീവിതം നയിക്കുന്നതിൻ്റെ പ്രതീകം. അതുകൊണ്ടാണ് പറഞ്ഞത്, കൊവേന്തകളുടെ ഉറപ്പ് ചുമരുകളുടെ കനമല്ല, പിന്നെയോ അതിൽ വസിക്കുന്നവരുടെ എരിവും പുണ്യവുമാകുന്നു. ഈ വിശുദ്ധ ചാവറയച്ചൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ എന്തുമാത്രം സമയം എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ചാവറയച്ചനോടൊപ്പം താമസിച്ചിരുന്ന ലൂയിസ് അച്ഛൻ ഇപ്രകാരമാണ് എഴുതി വച്ചത്. വൈകിട്ടത്തെ ധ്യാനം 1 മണിക്കൂറാണല്ലോ. ഈ 1 മണിക്കൂർ സമയം മുഴുവനും സദാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചാവറയച്ചനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ലൂയിസ് അച്ഛൻ എഴുതി വച്ചതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചാവറയച്ചൻ ദിവ്യകാരുണ്യ ഭക്തനായി തീർന്നതും ആ ദിവ്യകാരുണ്യ ഭക്തി ലോകം മുഴുവനും പ്രചരിപ്പിക്കാനായിട്ട് 40 മണിക്കൂർ ആരാധന ആരംഭിച്ചതും. പ്രിയപ്പെട്ടവരെ, വീണ്ടും 3-ാമതായി നമ്മൾ കാണുന്നത് വിശുദ്ധ ചാവറയച്ചൻ അഴകുള്ള ആത്മാവിൻ്റെ ഉടമയായിരുന്നു. എന്താ അങ്ങനെ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-2 വചനത്തിൽ നമ്മൾ കാണുന്നു. 1-ാം അധ്യായത്തിലെ 1-2 വചനത്തിൽ നമ്മൾ കാണുന്നു. 1-ാം വചനത്തിൽ ഇങ്ങനെയാണ്, ഭൂമി അന്ധകാര നിബിഡമായിരുന്നു, ശൂന്യവുമായിരുന്നു. 2-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ ചൈതന്യം ആഴിക്കുമേൽ ചലിച്ചുകൊണ്ടേയിരുന്നു. അതുവരെ ശൂന്യമായിട്ടും എല്ലാ തരത്തിലും ഡിസോർഡറായിട്ടും കിടന്നിരുന്ന ഈ അന്തരീക്ഷത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഓർഡറിലാക്കി, ക്രമീകൃതമാക്കി, കൃത്യതയാക്കി, എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി. ചാവറയച്ചൻ ഇത്രയേറെ ആത്മീയ ചൈതന്യത്തോടുകൂടി ഈ ക്രൈസ്തവ സഭയ്ക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ അതിനുള്ള കാരണം ഈ പരിശുദ്ധാത്മാവ് വിശുദ്ധ ചാവറയച്ചനിൽ കുത്തി നിറഞ്ഞിരുന്നു. ഒപ്പം ഈ ആത്മാവിൻ്റെ ശക്തിയോടെ അഴകുള്ള ആത്മാവിൻ്റെ വ്യക്തിയായി തീർന്നുകൊണ്ട് വിശുദ്ധ ചാവറയച്ചൻ പ്രവർത്തിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വചനത്തിൽ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇത് കർത്താവ് ഈശോ മിശിഹായാണ് പറഞ്ഞതെങ്കിൽ ഇതേ വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. അതാണ് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മരിക്കാറായ സമയത്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ചാവറ പിതാവ് ഇപ്രകാരം പറഞ്ഞത്, മാമോദീസായിൽ എനിക്ക് ലഭിച്ച വെള്ളവസ്ത്രം ഞാൻ ഒരിക്കൽ പോലും കേടുവരുത്തിയിട്ടില്ല. മാമോദീസായിൽ എനിക്ക് ലഭിച്ച വെള്ളവസ്ത്രം ഞാൻ ഒരിക്കൽ പോലും കേടുവരുത്തിയില്ല. ജീവിതത്തിലുടനീളം ആത്മാവിൻ്റെ അഭിഷേകത്തോടെ, ആത്മാവിൻ്റെ അഴകോടെ ജീവിച്ച വ്യക്തിയാണ്
വിശുദ്ധ ചാവറ പിതാവ്. വീണ്ടും നാലാമതായി നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന തുണയാക്കിയ വ്യക്തിയായിരുന്നു ചാവറയച്ചൻ. എന്താ അങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നു, ഏതെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഉടനെ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതിന് പറ്റിയ ആൾക്കാരെ സംഘടിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ വിശുദ്ധ ചാവറയച്ചൻ ഉണ്ടല്ലോ, ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഏത് കാര്യമായാലും ചർച്ച ചെയ്തിരുന്നത് കർത്താവിശ്വമിശിഹായോടാണ്. ഉടനെ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും നാളാഗമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: കോവേന്ത സ്ഥാപിക്കുന്ന സമയങ്ങളിൽ പണത്തിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് വിശുദ്ധ ചാവറയച്ചൻ ചെയ്തിരുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തും, എന്നിട്ട് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ മാന്നാനത്തെ സെൻറ്റ് ജോസഫ് പ്രസ് ആരംഭിക്കുമ്പം ആ പ്രസ് ആരംഭിച്ചിട്ട് അതിൽ അച്ചടിക്കാനായിട്ട് മഷി വാങ്ങിക്കാനോ പേപ്പർ വാങ്ങിക്കാനോ കാശില്ല. ചാവറയച്ചൻ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാശ് ചോദിക്കുകയല്ല ചെയ്തത്. ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു. ഏറെ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചാപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ, കോട്ടയത്തു നിന്നുള്ള ഇമ്മട്ടി എന്ന മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ചാവറയച്ചന് ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്, ഇത് അച്ഛന് തരാൻ വേണ്ടി ഞാൻ ഇത്ര അകലേന്ന് വന്നതാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വിട്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, സദാസമയവും പ്രാർത്ഥനയാണ് വിശുദ്ധ ചാവറയച്ചൻ ഏത് കാര്യത്തിനും തുണയായി കണ്ടിരുന്നത്. ഇത് ഇന്ന് എനിക്കും നമുക്കോരോരുത്തർക്കും വലിയ പ്രചോദനവും ആവേശവുമല്ലേ തരേണ്ടത്? ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനയിൽ അഭയം തേടാനും പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്താനും നമുക്കോരോരുത്തർക്കും സാധിക്കണം. അതാണ് വിശുദ്ധ ചാവറയച്ചൻ നമുക്കൊക്കെ സ്വന്തം ജീവിത മാതൃകയിലൂടെ കാണിച്ചു തരുന്ന വലിയ സത്യം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിതത്തെ പ്രാർത്ഥന കൊണ്ട് നിറച്ച വ്യക്തി ആയതുകൊണ്ടാണ് തൻ്റെ സഹപ്രവർത്തകരോടും സഹജീവികളോടും സഹസന്യാസികളോടും ചാവറയച്ചൻ ഇങ്ങനെ പറഞ്ഞത്. ചാവുരുളിൽ എഴുതി വച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങളുടെ കഴിവ് ദൈവഭക്തിയിലും ജീവിതക്രമത്തിലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലും ആകട്ടെ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ചാവുരുളിൽ, ഒരു നല്ല അപ്പൻ്റെ ചാവുരുളിൽ ചാവറയച്ചൻ തൻ്റെ സഹസന്യാസികൾക്കായിട്ട് എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, ചാവറയച്ചൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്തിരുന്ന ഒരു വലിയ സത്യമാണ്: ദൈവ തിരുമനസ് നടക്കും, അത് നടത്തും. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല ചാവറയച്ചന്. ദൈവ തിരുമനസ് നടക്കും, അത് നടത്തും. ഈശോ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയല്ല ഈശോ പറയുന്നത്: ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് രക്തം വിയർക്കുന്ന സമയത്ത് പോലും ഈശോ ഇപ്രകാരമാണ് പറഞ്ഞത്: പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ വചനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞത്: ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കും, അത് നടത്തും. എന്നിട്ട് ചാവറയച്ചൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു കേട്ടോ: ദൈവ തിരുമനസ് എല്ലായ്പ്പോഴും എല്ലായിടത്തും. എന്താ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം, വിശ്വാസം വിശുദ്ധ ചാവറയച്ചന് കിട്ടിയത്? ദൈവ തിരുമനസ് എല്ലായിടത്തും എല്ലായ്പ്പോഴും. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മളൊക്കെ സ്വന്തം ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടമായി കാണിച്ചുകൊണ്ട് പലപ്പോഴും പ്രവർത്തിക്കും. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും പരിശ്രമിക്കും. പക്ഷേ ഓർക്കണം, ചാവറയച്ചൻ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച്
ദൈവം പറയുന്നത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് ഇപ്രകാരം എഴുതി വച്ചിട്ടുള്ളത്. ഇപ്രകാരമാണ്, ഏത് കാര്യത്തിലും ചാവറയച്ചൻ പറയുന്ന ചില ക്യാപ്ഷൻസ് ഉണ്ട്. അത് ഇപ്രകാരമാണ്: ദൈവം അനുവദിക്കുമെങ്കിൽ ഞാനിത് ചെയ്യും, ദൈവ തിരുമനസ് സ്തുതിക്കപ്പെടട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നിറവേറട്ടെ, സമസ്തവും ദൈവ തിരുമനസ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാത്രം നിന്നുകൊടുക്കുകയും വിട്ടുകൊടുക്കുകയും അതുമാത്രം ജീവിത വ്രതമാക്കി തീർക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, അനേക വർഷങ്ങൾക്ക് ശേഷം CMI സഭയിൽ നിന്നും ദൈവദാസനായി ഉയർത്തപ്പെട്ട കനീസിയസ് പിതാവ് അദ്ദേഹം തൻ്റെ ജീവിത വ്രതമാക്കി എടുത്തിരുന്ന ഒരു വചനമാണ്: ദൈവഹിതം അത് മാത്രം, അത് മുഴുവൻ. ദൈവഹിതം അത് മാത്രം, അത് മുഴുവൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിച്ചത്? വിശുദ്ധ ചാവറയച്ചൻ കാണിച്ചു കൊടുത്ത പ്രബോധനമല്ല, നേരെ മറിച്ച് ജീവിത മാതൃക. അത് പ്രാവർത്തികമാക്കിയപ്പോഴാണ് കനീസിയസ് പറഞ്ഞത്: ദൈവഹിതം അത് മാത്രം, അത് മുഴുവൻ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആറാമതായി നമ്മൾ കാണുന്നത് വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ ജീവിതത്തെ ഒരു ഗുരുത്വാകർഷണ കേന്ദ്ര ബിന്ദുവാക്കി തീർത്തത് അത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് സാധാരണയായി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്ര ബിന്ദുവായിരുന്നു. അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം മുതൽ ഉടനീളം കാണുന്ന ഒരു വലിയ സത്യമുണ്ട്. അബ്രാഹം എവിടെയൊക്കെ പോയിരുന്നോ ആദ്യം ചെയ്തിരുന്ന കാര്യം ഒരു ബലിപീഠം പണിയും അവിടെ ബലിയർപ്പിക്കുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 7-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: തനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അബ്രാഹം ബലിപീഠം പണിത് ബലിയർപ്പിച്ചു. വീണ്ടും ഉൽപ്പത്തി 12-ാം അധ്യായം 8-ാം വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവിടെ ഒരു ബലിപീഠം പണിത് അബ്രാഹം ബലിയർപ്പിച്ചു. വീണ്ടും ഉൽപ്പത്തി 13:18 നമ്മൾ അതേ വചനം തന്നെ വായിക്കുന്നു: അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിത് ദൈവത്തിന് ബലിയർപ്പിച്ചു. ഉൽപ്പത്തി 21-ാം അധ്യായം 23-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു: അബ്രാഹം ബേർഷെബായിൽ ഒരു ബാനുവൃക്ഷത്തിൻ്റെ തൈ നട്ട് അത് വളർന്ന് അവിടെ ദൈവത്തിന് ആരാധന അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നത്? അബ്രാഹത്തെക്കുറിച്ച് സാധാരണയായി ഒരു ചൊല്ലുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ അബ്രാഹത്തെ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ എളുപ്പ വഴി ബലിപീഠം നോക്കി പോയാൽ മതിയായിരുന്നു. എന്നെയോ നമ്മളെയോ അന്വേഷിച്ച് ആർക്കെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ ഫോൺ വിളിക്കും, ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വരും, ചിലപ്പോൾ അവിടെ വരുമ്പോൾ കാണണമെന്നില്ല, എവിടെ പോയി എന്ന് അറിയണമെന്നില്ല. പക്ഷേ അബ്രാഹത്തെ കണ്ടുമുട്ടാൻ പ്രിയപ്പെട്ടവരെ ഒരു 10 വഴി വേണ്ടായിരുന്നു, ഒരൊറ്റ വഴി അന്വേഷിച്ചാൽ മതി. ബലിപീഠം നോക്കി നടന്നാൽ മതി. അവസാനത്തെ ഏറ്റവും അറ്റത്തെ ബലിപീഠത്തിൻ്റെ കടക്കൽ അബ്രാഹം ഉണ്ടായിരിക്കും. അതാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ബലിപീഠത്തെ കേന്ദ്ര ബിന്ദുവായി കണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച വ്യക്തി അതായിരുന്നു അബ്രാഹം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. എവിടെയൊക്കെ യാത്ര ചെയ്തെത്തിയോ, എവിടെയൊക്കെ താമസിച്ചോ, ഏതൊക്കെ ദേശത്ത് ചെന്നോ അവിടെയൊക്കെ ബലിപീഠം പണിത്, ദേവാലയം പണിത്, കപ്പേളകൾ പണിത്, ആശ്രമങ്ങൾ സ്ഥാപിച്ച് ബലിയർപ്പിച്ചിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി വിശുദ്ധ ചാവറയച്ചൻ 7 ആശ്രമങ്ങൾ സ്ഥാപിച്ചുവെങ്കിൽ, CMI വൈദികർക്ക് വേണ്ടിയിട്ട് 7 ആശ്രമങ്ങൾ സ്ഥാപിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർക്കണം, 24 ദേവാലയങ്ങളും കപ്പേളകളുമാണ് വിശുദ്ധ ചാവറയച്ചൻ കേരളത്തിൽ എല്ലായിടത്തുമായി സ്ഥാപിച്ചതും ബലിയർപ്പിക്കാനായിട്ട് ഇന്നും ഉപയോഗിക്കുന്നതും. അത് വിശുദ്ധ ചാവറയച്ചന്
അബ്രാഹത്തിൽ നിന്നും കിട്ടിയ ഒരു മഹനീയമായ മാതൃകയാണ്. കാരണം ബലിപീഠമായിരിക്കണം ഒരു സന്യാസിയെ സംബന്ധിച്ച്, ഒരു വൈദികനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് വിശുദ്ധ ചാവറയച്ചൻ മനസ്സിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാന്നാനത്ത് നിന്നും കോഴിക്കോടെത്തിയാലും തൃശ്ശൂർ ചെന്നാലും കേരളത്തിലെ എവിടെ ചെന്നാലും ചാവറയച്ചൻ ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നു, കപ്പേള സ്ഥാപിക്കുന്നു, ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നു, ബലിപീഠം നിർമ്മിച്ച് ബലിയർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 9-ാം വചനത്തിലും നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ബലിപീഠം പണിതു. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ബലിപീഠം പണിതു, ദൈവത്തിന് ബലിയർപ്പിച്ചു. ഈ ബലിയിലൂടെ ദൈവത്തിൻ്റെ മുഖം ദർശിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ ധ്യാനസല്ലാപനം എന്ന പുസ്തകത്തിൽ 16-ാമത്തെ പേജിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. ചാവറയച്ചൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എത്ര നാളായി ഞാൻ എൻ്റെ അപ്പൻ്റെ തിരുമുഖം കണ്ടിട്ട്. എങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പിതാവായ ദൈവത്തെ വിളിക്കാനും അപ്പൻ്റെ തിരുമുഖം കണ്ടിട്ട് എത്രയോ കാലമായെന്ന് പറയാനും ഒരു വൈദികന് സാധിച്ചു. ഇതല്ലേ പ്രിയപ്പെട്ടവരെ കർത്താവ് മിശിഹായുമായുള്ള അനിതര സാധാരണമായ അഭേദ്യമായ ബന്ധം. വീണ്ടും ചാവറ പിതാവ് എഴുതി: ഇതാ എൻ്റെ അപ്പൻ്റെ മുഖം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ധ്യാനസലാപങ്ങൾ 17-ാമത്തെ പേജിൽ വീണ്ടും ചാവറയച്ചൻ ഇപ്രകാരം എഴുതി വെച്ചു: ഇതാ എൻ്റെ അപ്പൻ്റെ പക്കലേക്ക് ഞാൻ പോകുന്നു. കർത്താവ് മിശിഹ പിതാവായ ദൈവത്തെ ആബ, അപ്പ എന്ന് വിളിച്ചതുപോലെ വിശുദ്ധ ചാവറയച്ചൻ പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു. അത്രയേറെ സ്വാതന്ത്ര്യവും അത്രയേറെ ഇഴയടുപ്പവും അത്രയേറെ ആത്മബന്ധവും വിശുദ്ധ ചാവറയച്ചനും പിതാവായ ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവിതത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്ര ബിന്ദു അത് വിശുദ്ധ ബലിപീഠമായിരുന്നു ചാവറയച്ചനെ സംബന്ധിച്ച്. ഏഴാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിശുദ്ധ ചാവറയച്ചൻ പീഠത്തിന്മേൽ കൊളുത്തിവെച്ച ദീപമായിരുന്നു. കർത്താവ് മിശിഹ ഇങ്ങനെയല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്: ദീപം കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കില്ല, അത് പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശം ചൊരിയും. വിശുദ്ധ ചാവറയച്ചൻ പീഠത്തിന്മേൽ കൊളുത്തിവെച്ച ഒരു ജ്വലിക്കുന്ന കത്തിപ്പടരുന്ന ദീപമായിരുന്നു. ഇത് സാധ്യമാക്കി തീർത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ ചാവറയച്ചൻ ഇതുപോലെ ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന ദീപമായി തീർന്നത്? ഒന്ന്, വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്നും, രണ്ട്, വിശുദ്ധ ബലിയർപ്പിച്ചും ദിവ്യകാരുണ്യ ആരാധനയിലൂടെ കർത്താവ് മിശിഹായെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ചാവറ പിതാവ് ജ്വലിക്കുന്ന ദീപമായി തീർന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ കൂടപ്പിറപ്പുകളോട് ഇപ്രകാരം എഴുത്തിലൂടെ എഴുതി അറിയിച്ചു: എൻ്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുക, കർത്താവിനോട് കൂടെ വസിക്കുക, കർത്താവിനോടൊപ്പം നടക്കുക, കർത്താവിനോട് സംസാരിക്കുക. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചാവറ പിതാവ് തൻ്റെ സഹജീവികളോട് ആവശ്യപ്പെട്ടത്. കർത്താവിനോട് കൂടെ ഇരിക്കുക, കർത്താവിനോട് കൂടെ വസിക്കുക, കർത്താവിനോട് കൂടെ നടക്കുക, കർത്താവിനോട് സംസാരിക്കുക. എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവിനോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ഏറെ സമയം നിശബ്ദതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും സാധിക്കണം. വിശുദ്ധ ജോൺ വിയാനി പുണ്യവാൻ അങ്ങനെയല്ലേ ചെയ്തത്? വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ തന്നെ ദേവാലയത്തിൽ നിന്നും പുറത്തു പോകില്ല.
വിശുദ്ധ ബലി കഴിഞ്ഞാൽ ഉടനെ സക്രാരിയുടെ അടുത്ത് പോയി ഇരിക്കും. ആ ഇരിപ്പ് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നുമല്ല, ഒരുപക്ഷെ ദിവസം മുഴുവനും വിശുദ്ധ സക്രാരിയുടെ അടുത്തിരിക്കും. ജോൺ വിയാനി പുണ്യവാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയല്ലേ, വിശുദ്ധൻ പ്രധാനമായിട്ടും 2 സ്ഥലത്തെ ഇരുന്നിട്ടുള്ളൂ തൻ്റെ ജീവിതത്തിൽ. 1 ദിവ്യ സക്രാരിയുടെ മുന്നിൽ, 2 കുമ്പസാരക്കൂട്ടിൽ. ഇതുതന്നെയാണ് വിശുദ്ധ ചാവറയച്ചനും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് പറയുന്നതും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതും. ചാവറയച്ചൻ കുമ്പസാരക്കൂട്ടിൽ ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. വിശുദ്ധ ചാവറയച്ചൻ അൾത്താരയിൽ ഒരു സിംഹക്കുട്ടിയായിരുന്നു വചനപ്രഘോഷണ വേളകളിൽ. ഇങ്ങനെ കുമ്പസാരക്കൂട്ടിൽ ആട്ടിൻകുട്ടിയായും വചനപ്രഘോഷണ വേദിയിൽ അൾത്താരകളിൽ സിംഹക്കുട്ടിയായും തീരാനായിട്ട് വിശുദ്ധ ചാവറയച്ചന് സാധിച്ചത് അദ്ദേഹം ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. 1, ഇരുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനായി നമുക്ക് സാധിക്കണം. അതാണ് മർത്താ മറിയത്തോട് കർത്താവ് യേശു മിശിഹ അവരുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഈശോ പറഞ്ഞത്, നീ പല കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥയാണ് മർത്ത, മറിയമാകട്ടെ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മറിയം എന്നത് ചെയ്തേ നമുക്കറിയാം, ഈശോയുടെ കാൽക്കൽ ഇരുന്നു. ഈശോ എന്ത് പറയുന്നെന്നും എന്ത് ചെയ്യുന്നുവെന്നും കേൾക്കാനും കാണാനുമായിട്ട് ഈശോയുടെ പാദത്തിങ്കൽ ഏറെ നേരം മറിയം ഇരുന്നു. അങ്ങനെ തപം ചെയ്ത് ഇരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വന്തം ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കാൻ സാധിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. അതാണ് ചാവറയച്ചൻ ഈ 4 കാര്യങ്ങൾ തൻ്റെ സഹജീവികളോട് സഹസന്യാസികളോട് പറഞ്ഞു കൊടുത്തത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ നെട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇരുന്നാൽ മതി. ഇങ്ങനെ ഇരിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹ എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഈശോ പ്രകാശം ചൊരിയും. രണ്ടാമതായിട്ടാണ് ചാവറ പിതാവ് പറഞ്ഞത്, കർത്താവിനോട് കൂടെ വസിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിന് എന്നത്തെക്കാളും പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് വസിക്കുന്നത് നേരം വെളുത്താൽ സന്ധ്യ വരെ, സന്ധ്യയായാൽ നേരം വെളുക്കുന്നവരെ എന്ന വിധത്തിൽ മീഡിയയുടെ മുന്നിലാണ്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടോ, ഏതെങ്കിലും ചാറ്റിംഗ് നടത്തിയോ, മറ്റു തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് ദിവസത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തുന്ന എന്തുമാത്രം യുവതി യുവാക്കളാണുള്ളത്, കുടുംബങ്ങളാണുള്ളത്, വ്യക്തികളാണുള്ളത്. ചാവറയച്ചൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വസിക്കുക. ഈശോയുടെ കൂടെ വസിച്ചാൽ നമുക്കൊക്കെ അറിയാം, കർത്താവിൻ്റെ സ്വഭാവം എനിക്കും നമുക്കും കിട്ടും. നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ രൂപവും ഭാവവും ആയിത്തീരും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, താബോർ മലയിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ മുഖഭാവം മാറി എന്നല്ലേ ആ വചനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയോടെ കാണുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖഭാവം മാറി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി എന്നൊക്കെയല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന ബോറാകാതിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം ബോറാകാതിരിക്കണമെങ്കിൽ കർത്താവിനോട് കൂടെ വസിക്കണം. മറ്റെന്തിൻ്റെങ്കിലും കൂടെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടും കേട്ടും കളിച്ചും ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയൊരു ജീവിതം നമുക്ക് കിട്ടില്ല. വിശുദ്ധ ചാവറയച്ചൻ രണ്ടാമതായി അതുകൊണ്ട് തൻ്റെ സഹജീവികളോട് പറഞ്ഞു കൊടുത്തു, ഈശോയോട് കൂടെ വസിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കുക. കർത്താവിനോട് സംസാരിക്കുക. എന്തുകൊണ്ടാണ്? ആദവും ഹവ്വയും സംസാരിച്ചത് ആരോടാ പ്രിയപ്പെട്ടവരെ? പിതാവായ ദൈവത്തോടല്ല, പിശാചിനോടാണ്. എല്ലാ കാര്യങ്ങളും
ആലോചന ചോദിച്ചത് പിശാചിനോടാണ്. അതുകൊണ്ട് അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് സ്വർഗനഷ്ടം സംഭവിച്ചു. അവർ ഏദൻ തോട്ടത്തിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെട്ടു. ഓർക്കണം, കർത്താവിനോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പരിശുദ്ധ മാതാവ് സകല കാര്യങ്ങളും ഈശോയോട് സംസാരിച്ചു. പരിശുദ്ധ മാതാവ് എല്ലാ കാര്യങ്ങളും ദൈവദൂതൻ മുഖേന പിതാവായ ദൈവത്തെ അറിയിച്ചു. വിശുദ്ധ യോസേപ്പ് പിതാവും സംസാരിച്ചത് മുഴുവൻ പിതാവായ ദൈവത്തോടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ പറയുന്നത്, നിങ്ങൾ കർത്താവിനോട് സംസാരിക്കുക. വേറെ ആരോടുമല്ല ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത്. പ്രഥമവും പ്രധാനവുമായി കർത്താവീശമിശിഹായോട് സംസാരിക്കാനായി നമുക്ക് സാധിക്കണം. അങ്ങനെ സംസാരിച്ചാൽ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തനി സ്വരൂപങ്ങളായി മാറ്റപ്പെടും, രൂപപ്പെടും. നാലാമതായി വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ സഹജീവികളോട് പറഞ്ഞു കൊടുത്തത് കർത്താവിനോട് കൂടെ നടക്കുക എന്ന്. കർത്താവിനോട് കൂടെ നടക്കുക. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനോട് കൂടെ നടക്കണമെന്ന് പറയുന്നത്? വിശുദ്ധ ചാവറയച്ചൻ ഇങ്ങനെയാണ് ചാവരുളിൽ എഴുതി വെച്ച് ചോദിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. നിന്റെ സുഹൃത്ത് ആരാണെന്ന് പറയുക, നിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. നീ ആരുടെ കൂടെയാണ് നടക്കുന്നതെന്ന് പറയുക, നീ ആരാണെന്നും ഞാൻ പറയാം. ഞാനത് ആവർത്തിച്ച് പറയാം. നിന്റെ സുഹൃത്ത് ആരാണെന്ന് പറയുക, നിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. നീ ആരുടെ കൂടെയാണ് നടക്കുന്നതെന്ന് പറയുക, നീ ആരാണെന്ന് ഞാൻ പറയാം. വിശുദ്ധ ചാവറ പിതാവ് ചാവരുളിൽ എഴുതി വെച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ചാവറയച്ചൻ എല്ലാവരോടുമായിട്ട് ഇന്ന് ആഹ്വാനം ചെയ്യുന്നത് കർത്താവിനോട് കൂടെ നടക്കണമെന്ന്. ആരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനോട് കൂടെ നടന്നിട്ടുള്ളത്? യാക്കോബ് നടന്നു, ഇസഹാക്ക് നടന്നു, അബ്രാഹം നടന്നു. ഇവരൊക്കെ അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചുവെങ്കിൽ അതിനുള്ള കാരണം വിശുദ്ധ ചാവറയച്ചൻ പറയുന്ന ഈ പരമമായ സത്യമാണ്. കർത്താവിനോട് കൂടെ നടന്നു. ഇന്ന് നമ്മൾ നടക്കേണ്ടതും കർത്താവിനോട് കൂടെയാണ്. അങ്ങനെ നടക്കാനായി നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തിലെ പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച ദീപങ്ങളായിത്തീരും നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജ്വലിക്കുന്ന ദീപങ്ങളായിത്തീരാൻ ഇതിന് സാധിക്കണം. 1805 ഫെബ്രുവരി 10 ജനിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന കുഞ്ഞുകൊച്ച് വളർന്ന് വലുതായി വൈദികനായി സന്യാസിയായി മഹാവിശുദ്ധനായി പ്രശോഭിച്ചുവെങ്കിൽ ഇന്ന് നമുക്കൊക്കെ വലിയ പ്രചോദനമായി നിലകൊള്ളുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ 4 കാര്യങ്ങളാണ്. കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിൻ്റെ മുന്നിൽ ഇരുന്നു, കർത്താവിനോട് സംസാരിച്ചു, കർത്താവിനോട് കൂടെ വസിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവീശമിശിഹ ഇന്ന് വിശുദ്ധ ചാവറയച്ചനിലൂടെ നമ്മളോട് പറയുന്നതും നമുക്ക് പറഞ്ഞും കാണിച്ചും തരുന്നതായ മഹാസത്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. ജീവിതത്തെ ഒരു ആരാധനയാക്കി തീർക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട 7 മാർഗങ്ങളാണ് വിശുദ്ധ ചാവറയച്ചൻ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഒന്നാമതായി, ജീവിതം ആരാധനയാക്കി മാറ്റണം. രണ്ടാമതായി, അതിന് ദിവ്യകാരുണ്യത്തോട് അനിതര സാധാരണമായ ഭക്തിയുള്ള വ്യക്തികളായിത്തീരണം നമ്മളെല്ലാവരും തന്നെ. അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ കാര്യം അത് സംഭവിക്കും. നമ്മുടെ ആത്മാവ് അഴകുള്ള ആത്മാവായിത്തീരും നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഇതിന് നാലാമതായി ചാവറപ്പിതാവ് പറഞ്ഞു തരുന്ന സത്യമാണ് പ്രാർത്ഥന തുണയാക്കി തീർക്കണമെന്ന്. ജീവിതത്തിൽ പ്രാർത്ഥന തുണയാക്കി തീർക്കണം. അഞ്ചാമതായിട്ട്, ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ തിരുമനസ് നടക്കും, അത് നടത്തും എന്ന് വിശുദ്ധ ചാവറപ്പിതാവിനെ പോലെ നമ്മളും തീരുമാനിക്കണം. ആറാമതായി, വിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്ര ബിന്ദുവാക്കി തീർക്കണം. അവസാനത്തേതും 7ാമതായി ചാവറപ്പിതാവ് പറഞ്ഞു തരുന്ന വലിയ സത്യമാണ്
നമ്മളെല്ലാവരും തന്നെ പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച ദീപങ്ങളാണ്. ഈ ദീപങ്ങളായി തീരാൻ വിശുദ്ധ ചാവറ പിതാവിനെ പോലെ നമുക്കും ദിവ്യകാരുണ്യത്തെ ആരാധിക്കാം. ദിവ്യകാരുണ്യമായി വരുന്ന കർത്താവിനെ ആരാധിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിലാണ് കർത്താവ് യേശുമിശിഹാ എല്ലാ തരത്തിലും പൂർണ്ണമായ നിശ്ചലതയിൽ, സ്റ്റിൽനെസ്സിൽ നിലകൊള്ളുന്നത്. അതാണ് ചാവറയച്ചൻ പറഞ്ഞത്, ഈശോയുടെ അടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കണമെന്ന്. ദിവ്യകാരുണ്യത്തിൽ, നിശ്ചലതയിൽ കർത്താവ് യേശുമിശിഹാ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യക്ഷമാകും. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന വലിയ സത്യമാണിത്. എല്ലാ തരത്തിലുള്ള നിശ്ചലതയിലാണ് പിതാവായ ദൈവം പറഞ്ഞത് ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ ലോകമുണ്ടായി. ജോർദാൻ നദിയുടെ നിശ്ചലതയിലാണ് പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വന്നത്. അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. ജെറുസലേമിലെ നിശ്ചലതയിലാണ് ശിഷ്യരുടെ മേലും മാതാവിൻ്റെ മേലും ആത്മാവ് ഇറങ്ങി വന്നത്. നമുക്കോരോരുത്തർക്കും ഇന്ന് ഈ കർത്താവിനെ സ്വീകരിക്കാനായി വിശുദ്ധ ചാവറയച്ചനെ പോലെ കത്തിജ്വലിക്കുന്ന ദീപങ്ങളായി തീരാൻ ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിക്കാം. അതിനായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പാം. ദൈവം ദിവ്യകാരുണ്യമായി വരുന്ന ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ നീ എൻ്റെ സങ്കേതവും കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ പ്രാണനാഥൻ എൻ്റെ കർത്താവേ, നീ എൻ ദൈവം. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, കർത്താവിനെ വിളിച്ചാരാധിക്കുക. മുഖം ജീവകാലമെല്ലാം ഈശോയെ സേവിച്ചിടും
ഞാൻ സർവവുമായി എൻ്റെ കർത്താവേ, അടിയനിതാ. മക്കളെ, നമുക്ക് രണ്ട് കൈകളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അടിയനിതാ എല്ലാവരും രണ്ട് കൈകളും ഉയർത്തി സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കുക. ഇതാ നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈശോയേ, കൈകൾ കൂപ്പാൻ നമുക്ക്. ദിവ്യകാരുണ്യമായി തിരുവോസ്തി രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അങ്ങയുടെ തിരുമുൻപിൽ വരുവാനും അങ്ങേ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുവാനും അങ്ങ് നൽകുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് നല്ല തമ്പുരാനെ ഹൃദയപൂർവം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഹൃദയം തുറന്ന് വിശുദ്ധ ചാവറയച്ചനെ പോലെ വിശുദ്ധ ചാവറ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കട്ടെ. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും. എല്ലാവരും ചേർന്ന് ആലപിക്കുക. നീ എൻ്റെ മറവിടവും കർത്താവിനെ വിളിച്ചാരാധിക്കുക. നീ എൻ ദൈവം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഈശോയേ, തേടും നിൻമുഖം ജീവകാലമില്ല. കർത്താവേ, സേവിച്ചിടും ഞാൻ സർവവുമായി അടിയനിതാ. രണ്ട് കൈകളും ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അടിയനിതാ ദേവാ. എല്ലാവരും വിളിച്ച് ആരാധിക്കുക. അടിയനിതാ ദേവാ. യേശുവേ, അടിയനിതാ ദേവാ. ഈശോയേ, അടിയനിതാ. കൈകൾ കൂപ്പിക്കൊണ്ട് അടിയനിതാ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് അടിയനിതാ. പൂർണ്ണമായും സമർപ്പിച്ച് അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കർത്താവേ, ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ പേര് ചൊല്ലി വിളിച്ച് ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഹൃദയപൂർവ്വം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, വിശുദ്ധ ചാവറ പിതാവ് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകളിരുന്ന് അങ്ങേ ആരാധിച്ചതുപോലെ, സ്തുതിച്ചതുപോലെ, അങ്ങേക്ക് നന്ദി പറഞ്ഞതുപോലെ ഈ ദിവസം മുതൽ ഈ വർഷം മുഴുവനും അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അങ്ങേ വിളിച്ച് സ്തുതിച്ചാരാധിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, എത്രയോ വ്യക്തികളാണ് ഈ കാലഘട്ടത്തിൽ അങ്ങയൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനോ അങ്ങയെ ആരാധിക്കാനോ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരാനോ മനസ്സ് കാണിക്കാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു കാനാൻകാരി സ്ത്രീ, ഒരു അമ്മ കരഞ്ഞ് വന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നത്. ആ അമ്മ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് താണു വീണ് കരഞ്ഞപേക്ഷിച്ചില്ലേ? കർത്താവെ, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. കർത്താവെ, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇന്ന് എത്രയോ അമ്മമാരാണ്
എത്രയോ മാതാപിതാക്കളാണ് ഇതേ ദുഃഖവും സങ്കടവും കണ്ണുനീരുമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. പിശാച് ബാധിച്ചതുപോലെ നടക്കുന്ന മക്കളെ കാണുമ്പോൾ, അവരുടെ സ്വഭാവം കാണുമ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞ് നിലവിളിച്ചല്ലേ ഓരോ അമ്മമാരും അങ്ങയുടെ അടുത്തേക്ക് വരുന്നത്. കർത്താവെ, അവർക്കൊക്കെ അങ്ങയോടല്ലാതെ മറ്റാരോടാണ് അവരുടെ ഉള്ളിലെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ഒന്ന് പറയുവാനുള്ളത്? കഴിഞ്ഞ വർഷം മുഴുവനും എത്രയോ അമ്മമാരാണ് മക്കളെ പ്രതി ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച് കരഞ്ഞ് അങ്ങയുടെ പക്കലേക്ക് വന്നത്. ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പൊന്നുതമ്പുരാനെ, ഇതാ അങ്ങനെ മക്കളെ ഓർത്ത്, മക്കളുടെ ദുശ്ശീലവും ദുസ്വഭാവവും ദുർനടപ്പും മൂലം വിഷമിച്ച് കരയുന്ന എല്ലാ മക്കളെയും ഓർത്ത്, അവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ അമ്മമാരെയും ഓർത്ത്, കർത്താവെ, ഞങ്ങൾ ഉള്ളിലുള്ള എല്ലാ നൊമ്പരങ്ങളും അങ്ങയുടെ മുൻപിൽ ഓരോന്നോരോന്നായി ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, മക്കളെ, നമുക്ക് രണ്ട് കൈകൾ ഒന്ന് തുറന്നു പിടിച്ച് യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളിൽ പ്രവർത്തിക്കും. ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഏതെങ്കിലും തരത്തിൽ ദുശ്ശീലങ്ങളിൽ പെട്ടും ദുർനടപ്പ് വിട്ട് ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ കർത്താവ് അവരെ പിടിക്കും, കർത്താവ് അവരെ രക്ഷിക്കും. എല്ലാ തിന്മയുടെ ദുഷ്ടാരൂപികളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും കർത്താവ് അവരെ മോചിപ്പിക്കും. ഓരോ അമ്മമാരുടെയും ഉള്ളിലെ നൊമ്പരങ്ങൾ ഒരു ആരാധനയായി സമർപ്പിച്ച് യേശുവേ എന്ന് നമുക്കൊന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഒന്ന് രണ്ട് കൈകളും ഉയർത്തി കർത്താവിനെ വിളിക്കുക മക്കളെ. യേശുവേ. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനേ, ഈശോയേ. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനേ, എല്ലാവരും ആരാധന അങ്ങേയ്ക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഒരുമിച്ച് ആരാധന അങ്ങേയ്ക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ടൊരിക്കൽ കൂടി ദിവ്യകാരുണ്യമേ ആരാധന. ബെത്സൈദ കുളക്കടവിൽ 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ഈശോ അടുത്ത് ചെന്നു. ഈശോ അയാളോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആ തളർവാദ രോഗി പറഞ്ഞത്, കർത്താവേ, അതിന് ജലമിളകുമ്പോൾ വെള്ളത്തിലേക്ക് എന്നെ ഇറക്കാൻ എനിക്ക് ആരുമില്ല. ജലമിളകുമ്പോൾ വെള്ളത്തിലേക്ക് എന്നെ ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്നാണ്. കർത്താവേ, ആ മനുഷ്യൻ്റെ സങ്കടം, ആ നൊമ്പരത്തിൽ പൊതിഞ്ഞ വേദനിക്കുന്ന ആ വാക്ക് അനേക വർഷം മുന്നേ പറഞ്ഞ് അവസാനിച്ചതല്ല എൻ്റെ പൊന്നു തമ്പുരാനെ. ഇന്ന് ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാതെ, ആരും സംരക്ഷിക്കാനില്ലാതെ, ആരുടെയും രക്ഷ കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന എന്തുമാത്രം ആളുകളാണുള്ളത്. പൊന്നുതമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ തളർവാദ രോഗി പറഞ്ഞതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. എന്നെ ഒന്ന് നോക്കാനോ, ഒരു സ്നേഹത്തോടെ ഒരു വർത്തമാനം പറയാനോ, ഒരു മരുന്ന് വാങ്ങിത്തരാനോ, ഒന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനോ ആരുമില്ല എന്നുള്ള മാതാപിതാക്കളുടെ ദുഃഖത്തിൽ കലർന്ന കണ്ണുനീരിൽ കുതിർന്ന വാക്കുകളാണ് പൊന്നു തമ്പുരാനെ ഇന്ന് എവിടെയും മുഴങ്ങി കേൾക്കുന്നത്. വിശുദ്ധ ചാവറയച്ചൻ
ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ അനേകം മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ ആരാധനാ വേളയിൽ ആരോരുമില്ല എന്നുള്ള സങ്കടത്തോടെ വിലപിക്കുന്ന ഓരോരുത്തരെയും ഈ ആരാധനാ സമയത്ത് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ആരുമില്ലെങ്കിലും അങ്ങ് തുണയായുണ്ട് എന്ന്, ആരുമില്ലെങ്കിലും അങ്ങ് രക്ഷിക്കാൻ കൂടെയുണ്ട് എന്ന്, ആരും ആശ്വാസം വയ്ക്കാൻ ആശ്വസിപ്പിക്കാനില്ലെങ്കിലും അങ്ങ് ആശ്വസിപ്പിക്കാൻ എല്ലാവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മക്കളെ, നമുക്ക് രണ്ട് കൈകളും ഇങ്ങനെ ഒന്ന് തുറന്നു പിടിക്കുക. ഈ സമയം ആരുമില്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, ആരും എന്നെ സ്നേഹിക്കാനില്ല, ആരും എന്നെ നോക്കാനില്ല, ആരും സംരക്ഷിക്കാനില്ല എന്നുള്ള സങ്കടത്തോടെ ജീവിക്കുന്ന ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ഭവനങ്ങളിലുള്ളവര് ചങ്ക് പൊട്ടിയൊന്ന് സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയല്ലേ നമ്മളെ തൊടുന്നത്, ഈശോയല്ലേ നമ്മളെ സ്പർശിക്കുന്നത്, ഈശോയല്ലേ നമ്മളെ രക്ഷിക്കുന്നത്. ആരോരും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും എല്ലാ ആശ്വാസവും കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടും. മക്കളെ, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് ഉറക്കെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ, യേശുവേ. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനെ, കൈകൾ കൂപ്പി. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനെ, എല്ലാവരും ആരാധന അങ്ങേക്ക് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ ഉയർത്തി ഒരുമിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ദിവ്യകാരുണ്യമേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 39-ാം വചനത്തിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ് ധ്യാനിച്ച് വായിക്കുന്നത്. വഴിയരികിലിരുന്ന അന്ധയാചകൻ കർത്താവാണ് കടന്നു പോകുന്നതെന്ന് കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ജനക്കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ അയാളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടാതിരിക്ക്, ഒച്ചയുണ്ടാക്കരുത്. അയാൾ പൂർവാധികം ഉച്ചത്തിൽ, കർത്താവെ, അങ്ങേ വിളിച്ചില്ലേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ആ അന്ധയാചകനെ പോലെയൊക്കെ ഒന്ന് ചങ്ക് തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഞങ്ങളോട് പറയും, ഉറക്കെ പ്രാർത്ഥിക്കണ്ട, സ്തുതിച്ച് പ്രാർത്ഥിക്കണ്ട, ദേവാലയത്തിൽ പോകണ്ട, ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിക്കണ്ട, വചനം വായിക്കണ്ട, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണ്ട എന്നൊക്കെ. എന്നാൽ കർത്താവേ, അതൊക്കെ അവഗണിച്ചുകൊണ്ട് പൂർവാധികം തീഷ്ണതയോടെ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കാൻ, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ, ദേവാലയത്തിലേക്ക് പോകുവാൻ, ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കാൻ വിശുദ്ധ ചാവറേച്ചനെ പോലെ ജ്വലിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിലെ ഏത് സങ്കടവേളകളിലും, സന്താപ സമയത്തും, തകർച്ചയുടെ വേളകളിലും കർത്താവെ, അങ്ങാണ് ആശ്വാസം തരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയിലാണ് എല്ലാ ആശ്വാസമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരിക്കും, ഏതെങ്കിലുമൊക്കെ തകർച്ചകൾ ഉണ്ടായിരിക്കും, വിഷമങ്ങൾ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ പക്കലേക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഒത്തിരിയേറെ സങ്കടം അനുഭവിക്കുന്ന എന്തുമാത്രം ആളുകളാണുള്ളത്. പലതരത്തിലുള്ള കാരണങ്ങളാൽ, പ്രത്യേകിച്ചും ഈ COVID-19 മഹാമാരി മൂലം തകർന്ന ജീവിതങ്ങൾ, സങ്കടം മാത്രമുള്ളവർ, സങ്കടത്തിൻ്റെ കഥകൾ, വേദനയുടെ കഥകൾ മാത്രം പറയാനുള്ളത്.
ഇതൊക്കെ മക്കളെ നമുക്ക് ഈശോയോടൊന്ന് പറയാം. ഈശോയാണ് എല്ലാത്തിനും ഉത്തരം തരുന്നത്. ജോലി നഷ്ടപ്പെട്ടവര്, കടബാധ്യതയുള്ളവര്, കഷ്ടങ്ങളിൽ മാത്രം ജീവിക്കുന്നവര് രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്ന് ആ അന്ധയാചകനെ പോലെ ഉറക്കെയൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് നമ്മുടെ വേദന കേൾക്കും. ആരോരുമില്ല എന്ന് തോന്നരുത്. ആരോരുമില്ലാത്തവർക്ക് എല്ലാമായി തീരാനല്ലേ നമ്മുടെ കർത്താവ് ദിവ്യ കാരുണ്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. കരമുയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാം. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനേ, കൈകൾ കൂപ്പി. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനേ, കൈകൾ ഉയർത്തി ഒരുമിച്ച് ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് ദിവ്യകാരുണ്യമേ ആരാധന. കർത്താവേ, കോവിഡ്-19 മഹാമാരി മൂലം സ്വദേശത്തും വിദേശത്തും ജോലി നഷ്ടപ്പെട്ട് സങ്കടക്കയത്തിൽ കഴിയുന്ന എല്ലാവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകപ്പാടെ ജീവിതത്തിൻ്റെ പ്രത്യാശയായിരുന്ന ജോലി നഷ്ടപ്പെട്ട് ഇരുട്ടിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വീണതുപോലെ ഒരു വെള്ളി വെളിച്ചവും കാണാതെ ജീവിക്കുന്ന സകല വ്യക്തികളെയും ഈ നിമിഷം സമർപ്പിക്കുന്ന കർത്താവേ, ഈ പുതുവർഷത്തിൽ ദിവ്യകാരുണ്യമായ ഈശോയെ പ്രത്യാശയായി, പ്രതീക്ഷയായി, പൊൻവെളിച്ചമായി അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നഷ്ടപ്പെട്ടതിൻ്റെ 10 ഇരട്ടി അനുഗ്രഹമുള്ള ജോലി സാധ്യതകൾ തുറന്നുകൊടുത്ത് അവരെ അനുഗ്രഹിക്കണം കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, 1 നഷ്ടപ്പെട്ടാൽ 9 അങ്ങ് തിരിച്ചു തരുമെന്ന്. എൻ്റെ പൊന്നു തമ്പുരാനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ഉള്ള ജോലി നഷ്ടപ്പെട്ടവരെ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ചാവറ പിതാവിനോട് ചേർന്ന് കർത്താവേ, ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ അങ്ങ് അരുളി ചെയ്തിട്ടുള്ളത്. ലോകമാസകലമുള്ള സകല മക്കളും ഇതാ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പൊന്നു തമ്പുരാനെ, ആരോരുമില്ലാതെ ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ട് എത്ര വാതിലുകൾ മുട്ടിയിട്ടും തുറക്കപ്പെടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന, വിഷമിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങേ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് 2 കൈകൾ ഉയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായ വിധത്തിൽ ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും, അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കും. നഷ്ടപ്പെട്ടതിന്റെ 10 മടങ്ങ് തിരിച്ചു തന്ന് ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഈ കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ. ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനേ, എല്ലാവരും ആരോരുമില്ലാതലയുന്ന മക്കൾക്ക് ആശ്വാസമേകുന്ന തമ്പുരാനേ, കൈകൾ കൂപ്പിക്കൊണ്ട് ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. മുട്ടുകൾ കുത്തിക്കൊണ്ട് ദിവ്യകാരുണ്യമേ
ആരാധന. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യമേ ആരാധന. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ ഓർക്കുക, ഈശോ അനുഗ്രഹിച്ചാൽ ഈ വർഷം മുഴുവനും അനുഗ്രഹത്തിൻ്റെ വർഷമാകും. ഈശോ ആശീർവദിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവനും ദിവ്യകാരുണ്യം പോലെ അനുഗ്രഹമുള്ളതായിത്തീരും. അതിനായി മുട്ടുകൾ കുത്തി കൈകൾ കൂപ്പി കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധന്യൻ ചാവറ പൂജ്യ പിതാവേ, ഭവന വിശുദ്ധിക്കധ്യാപകനേ, അരുളണമേ തവ തിരുവചനങ്ങൾ ഭാരത സഭയുടെ യുഗപുരുഷ. ധന്യൻ ചാവറ പൂജ്യ പിതാവേ, ഭവന വിശുദ്ധിക്കധ്യാപകനേ, അരുളണമേ തവ തിരുവചനങ്ങൾ ഭാരത സഭയുടെ യുഗപുരുഷ.